ധന്യനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ നന്മകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനം ഇത്രയും സുലഭതയോടെ, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ നിലയിൽ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുവാനും അത് വിശ്വസിക്കുവാനും അതനുസരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവത്തെ അറിയാതെ, ദൈവത്തിൻ്റെ വചനം അറിയാതെ ധാരാളം ആളുകൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ ഓരോ സ്ഥലങ്ങളിലും പ്രഘോഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം ചെയ്ത ചില കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളും ലേഖനങ്ങളിൽ ദൈവത്തിൽ നിന്ന്, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് വേദപുസ്തകം മുഴുവൻ, അല്ലെങ്കിൽ പുതിയ നിയമ അധ്യായങ്ങൾ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നു. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ദൈവം തനിക്ക് വേണ്ടി ചെയ്ത ചില പ്രവൃത്തികൾ ഞാനിവിടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, മരണത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്നുള്ളത്. നമുക്കറിയാം, ഹല്ലേലൂയ, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചത്. അപ്പം പിതാവിന്റെ ഇഷ്ടം പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചു എന്നുള്ളത്. എന്നാൽ പിതാവായ ദൈവം പുത്രനോടുള്ള ബന്ധത്തിൽ വചനത്തിൽ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. അനേകം മഹാന്മാരുടെ കല്ലറകൾ ഇന്നും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അവൻ അടഞ്ഞു കിടക്കുമ്പോൾ, നാം പ്രസംഗിക്കുന്ന ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും തൻ്റെ ജീവിതവും തൻ്റെ മരണവും തൻ്റെ അടക്കവും തുടർന്നുള്ള ചിന്തകൾ നാം പഠിക്കുമ്പോൾ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത്. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന തടസ്സമായ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കല്ലറ അതിനൊരു തടസ്സമാണ്. ആ കല്ലറയുടെ വാതിൽ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ല് തടസ്സമാണ്. യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തെ ശീലകൾ കൊണ്ട്, റൂമാലുകൾ കൊണ്ട് കെട്ടിവെച്ചത് അതൊരു തടസ്സമാണ്. ചങ്ങല ഒരു തടസ്സമാണ്. പടയാളികൾ ഒരു തടസ്സമാണ്. പക്ഷെ ഒരു കാര്യം നാം ഓർക്കുക, ചങ്ങലയോ ഹല്ലേലൂയ സ്തോത്രം, കല്ലറയോ കല്ലോ പടയാളികളോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം ആ പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് യേശു കർത്താവ് താൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് പിതാവായ ദൈവം പുത്രനിൽ നിറവേറ്റുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിനെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ചിന്ത ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയട്ടെ. രണ്ടാമത്തെ ചിന്ത, സകല നാമത്തിനും മീതെ യേശുവിനെ ഇരുത്തി എന്നുള്ളതാണ്. ദൈവം പിതാവായ ദൈവം പുത്രനോടുള്ള ബന്ധത്തിൽ താൻ ചെയ്ത രണ്ടാമത്തെ ചിന്തയാണ്,
ആമേൻ ഹല്ലേലൂയ, സകല നാമത്തിനും മീതെ ഇരുത്തി. അനേക നാമങ്ങൾ നമുക്കുള്ളതായിട്ട് അറിയാം. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും സമയത്തിന്റെ പരിമിതി കൊണ്ട്, ഇതൊരു ലളിത സന്ദേശമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ചില വാക്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. അവൻ സർവത്തിനും മീതെ ദൈവം ഇരുത്തി, സർവത്തിനും മീതെ അവൻ തലയാക്കി. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയരെ, യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവനെ സകലത്തിനും മീതെ തലയാക്കി വെക്കുവാനിടയായി. അതിന് മീതെ ഒരു തലയില്ല, അതിന് മീതെ ഒരു ഇരിപ്പിടമില്ല. പിതാവായ ദൈവം തൻ്റെ ഇരിപ്പിടത്തോട് തന്നെ സമതുല്യനാക്കി തീർക്കുവാനിടയായി. അതെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ ഓമനപുത്രൻ പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു. ആ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അടുത്ത നാം ചിന്തിച്ചത്, ഹല്ലേലൂയ, സർവനാമത്തിനും മീതെ അവനെ ഇരുത്തിയിരിക്കുകയാണ്. എല്ലാ നാമത്തിനും മീതെ കർത്താവ് അവൻ ഇരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. മറ്റൊരു ചിന്ത, യേശുവിനെ സകലത്തിനും ആധാരമാക്കി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മീതെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, എല്ലാത്തിൻ്റെയും ആധാരമാണ് ക്രിസ്തു. അതാണ് വേദപുസ്തകങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ആധാരമായ കർത്താവിനെ ഉയർത്തി വെച്ചെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിൻ്റെ ആ ഉയർപ്പ്, യേശുവിനെ പിതാവായ ദൈവം ഇരുത്തിയിരിക്കുന്നത്, അത് മാത്രമല്ല, ആമേൻ ഹല്ലേലൂയ, നാം ഈ 3-ാമത്തെ ചിന്ത വായിച്ചത്, സകലത്തിനും അവനെ ആധാരമാക്കി വെക്കുവാനിടയാക്കുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എല്ലാ നാമത്തിനും മേലായ നാമം പിതാവായ ദൈവം പുത്രൻ നൽകുന്നതായിട്ട് കാണുന്നു. 2-ാം അധ്യായത്തിന്റെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, എല്ലാ നാമത്തിനും മേലായ നാമം ദൈവം അവന് നൽകുവാനിടയാക്കുന്നു. യേശുവിന്റെ നാമത്തിങ്കിൽ, ആമേൻ ഹല്ലേലൂയ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാൽ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന്, അല്ലെങ്കിൽ രക്ഷിതാവെന്ന്, രക്ഷകനെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയരെ, ഇതാണ് പിതാവായ ദൈവം പുത്രൻ നൽകിയ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, കൊലോസ്യ ലേഖനത്തിൽ ശുദ്ധ അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ യേശുവിനെ കൊണ്ട് നിരപ്പിച്ചു എന്ന് നമ്മളവിടെ കാണുമെന്ന്. ഒരു നിരപ്പ്, അതൊരു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ആമേൻ നിരപ്പിക്കുവാൻ, ആ നിരപ്പിന്റെ ശുശ്രൂഷ പുത്രനായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം കൈമാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്
അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ കൊണ്ട് ദൈവത്തിന് സ്തോത്രം, സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിച്ചു. അത് പിതാവിന് പ്രസാദം തോന്നിയെന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്, നാം ശത്രുക്കളാണ്. എന്നാൽ നമ്മെ മിത്രങ്ങളാക്കി തീർക്കുവാൻ, ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ആ ക്രൂശിൽ അവൻ തൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ രക്തം ഊറ്റിത്തന്ന്, ദൈവത്തിന് സ്തോത്രം, ശത്രുക്കളായ നമ്മെ ആ ക്രൂശിന്റെ മിത്രങ്ങളാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മിത്രങ്ങളാക്കി മാറ്റുവാൻ പിതാവായ ദൈവം പുത്രൻ നൽകി. അത് ദൈവത്തിന് പ്രസാദമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ യേശുവിനെ കൊണ്ട് നിരപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ നിരപ്പിന്റെ വചനമാണ് യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ സകലത്തിനും അവനെ അധിപതിയാക്കി. ദൈവത്തിന് സ്തോത്രം. ഇബ്രായ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. ദൈവത്തിന് ദൈവം സൃഷ്ടിച്ച ആമെ സകല സൃഷ്ടിയുടെ അധിപതിയാക്കി യേശുവിനെ. ഇത്രയും കാര്യങ്ങളാണ്, ഏതാണ്ട് 6 കാര്യങ്ങളാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. ഒന്നാമത്തത്, യേശുവിനെ ഉയർപ്പിച്ചു, മരണത്തിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു. രണ്ടാമത്തത്, സകല നാമത്തിനും മീതെ അവനെ ഇരുത്തി. മൂന്നാമത്തത്, യേശുവിനെ സകലത്തിനും ആധാരമാക്കുവാനിടയായി തീർന്നു. നാലാമത്, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന് പിതാവായ ദൈവം നൽകി. അഞ്ചാമത്, ആമൻ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ യേശുവിനെ കൊണ്ട് നിരപ്പിച്ചു. മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇബ്രായ ലേഖനത്തിൽ അടുത്ത് നമ്മൾ ചിന്തിച്ചത് 2-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ, അവൻ സകലത്തിനും അവനെ അധിപതിയാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികൾക്കും യേശു കർത്താവ് അധിപതിയാണ്. എൻ്റെ പ്രിയരെ, അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ആമേൻ സകലത്തെയും തൻ്റെ കീഴിലാക്കിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അത് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ആ പിതാവ് പുത്രൻ നൽകിയ എന്തൊക്കെ മാനങ്ങളുണ്ടോ ആ മാനങ്ങൾ പുത്രനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ളൊരു ആമൻ ഹല്ലേലൂയ ആത്മീയ സന്തോഷം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു പണമോ പ്രതാപമോ നേർച്ചയോ കാഴ്ചയോ വഴിപാടോ ഒന്നും നാം ചെയ്യാതെ ആമൻ ഒൺലി നമ്മുടെ വിശ്വാസം, ഒൺലി നമ്മുടെ ഫെയ്ത്ത് വിശ്വാസത്താൽ മാത്രം നമുക്ക് ഈ രക്ഷ, ഈ സന്തോഷം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ രക്ഷയുടെ സന്തോഷത്തിൽ, ഈ പ്രത്യാശയിൽ, ഈ കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഏവരുമേ നിങ്ങൾ പ്രത്യാശയുള്ളവരായി മാറുക, കർത്താവിൽ വിശ്വാസമുള്ളവരായി മാറുക. പ്രതികൂലങ്ങൾ കണ്ടിട്ട് പിന്മാറിപ്പോകരുതേ, കഷ്ടങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകരുതേ. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ശ്രേഷ്ഠത നമുക്ക് ദൈവസന്നെ പ്രാപിപ്പാൻ കഴിയട്ടെ. അതിന് കഴിയാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, ഭാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരുവാനുള്ള അവസരമുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു, ആ മുഴു ലോകത്തെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തെ ആമൻ അത് ജീവിതത്തിൽ ഭാഗമായി മാറ്റുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്ന നമ്മുടെ ഹൃദയം മാത്രമാണ്. കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ജീവനുള്ള കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരികയും നിങ്ങളെ തൻ്റെ മകളാക്കി തീർക്കുകയും കർത്താവ് ഒരുക്കുന്ന ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്കതിലൂടെ സാധ്യമാകുകയും ചെയ്യുന്നു. കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കിട്ടുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.